സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു, ജീവൻ അപകടത്തിലാകും. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. റോജി നോട്ടീസ് ചെയ്തു ഒരു മർഡേഴ്സാണ്. മരിച്ച ആള് രമേശ്, വിക്ടിംസ് വന്നത് സുരഭി ആൻഡ് ബാബു. പ്ലേസ് വന്നിട്ട് ചുരക്കുളം. ഒരു കോഡ് നോക്കട്ടെ. ഹലോ പോലീസ് സ്റ്റേഷൻ, എന്തായിരുന്നു എവിടെ സ്ഥലം? റോജി നോട്ടീസ് മറയൂർ റൂറൽ. ഓക്കെ, പാനിക് ആവണ്ട, ഞങ്ങൾക്ക് തന്നെ വരാം. ഓക്കെ റോജി, നമുക്കൊന്ന് ഇതാന്ന് തോന്നുന്നത്. നമുക്ക് ഇറങ്ങി നോക്കാം. എടാ, ഈ വീട് കണ്ടിട്ട് എന്തോ ഒരു പന്തേട് പോലെ തോന്നുന്നുണ്ട്. നീ ഒന്ന് ചുറ്റും പോയി ഒന്ന് നോക്കിട്ട് വന്നേ. ശരി സാർ, ഞാനൊന്ന് പോയി പുറഭാഗത്ത് പോയി ചെക്ക് ചെയ്തിട്ടുണ്ട്. റോജി സാറേ, ഞാൻ അവിടെയൊക്കെ പോയി നോക്കി, പക്ഷെ അവിടെയൊന്നും ആരും കണ്ടില്ല എനിക്ക്. ഞാൻ ഈ ചുറ്റൊക്കെ നോക്കി, പക്ഷെ ആരും ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. നമുക്കൊന്ന് വീട്ടിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാലോ? ശരി സാറേ, നമുക്കന്ന് അങ്ങനെ നോക്കാം. കുറച്ച് മുമ്പ് നമ്മളൊരു ലേഡി വിളിച്ചായിരുന്നല്ലോ, അപ്പൊ ഇവിടെ ലേഡീനെയും കാണുന്നില്ല അടുത്തൊന്നും. എന്താ ചെയ്യുന്നത്? വീട്ടിനകത്തുണ്ടെങ്കിലോ? നമുക്കൊന്ന് കയറി നോക്കാം. ശരി, നമുക്ക് നോക്കിയേക്കാം. എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. നമുക്ക് തട്ടി നോക്കാം സാറേ. തുറന്നോക്കേ. നോക്കാല്ലേ? കണ്ടിട്ട് വീട്ടിലൊന്നും ആരില്ല, അതുവരെയാണോ? എനിക്കും അങ്ങനെ തോന്നുന്നു. നമുക്കൊന്ന് റൂം ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ചെയ്തു. എന്റെ റൂമിൽ ലോക്ക്, എന്റെ മാത്രം ലോക്ക്. എന്തോ ഒരു ഡൗട്ട്. ഇതിന്റെ അടുത്താരെയും കാണുമോ? തുറന്നു നോക്കണ്ടേ? നോക്കാണോ? ഭയങ്കര സ്മെല്ലാണല്ലോ. റോജി,
ഒരു മിനിറ്റ്, അവിടെ ഒരു കസേര ഉണ്ടായിരുന്നു, ഞാൻ മനസ്സൊന്ന് കയറി നോക്കാം. കണ്ടിട്ട് ഒരു 2 ദിവസം പഴക്കം തോന്നുന്നുണ്ട്. അത്ര ദിവസത്തെ പഴക്കമുണ്ടോ? ആ 2 ദിവസം, 2 ദിവസം തോന്നി കണ്ടിരിക്കുക. ഇതെങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും? സംഭവം കണ്ടിട്ട് ഒരു മർഡർ എന്ന പോലെ തോന്നുന്നത്. ആണോ? ഞാൻ ആരെങ്കിലും ഇൻഫോം ചെയ്യാൻ നോക്കാം. എന്നാ ശരി, മേഡം എന്നാ ആരെങ്കിലും ഇൻഫോം ചെയ്യും. നെറ്റ്വർക്ക് ഇല്ലല്ലോ. എന്നാ പുറത്തു വന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ. സാർ പുറത്തേക്കല്ലേ പോയെ, പിന്നെ ഇങ്ങനെ ഇവിടെ? ഞാൻ പുറത്തേക്കാണോ പോയി? റിട്ടേൺ ഇതേ റൂമിലേക്ക് വന്നു. എന്താ സംഭവം അറിയില്ലല്ലോ. അറിയില്ല, നോക്കാം. അപ്പൊ ഞാൻ അങ്ങനെ വിളിച്ചു നോക്കാം. അയ്യോ, ഞാനിങ്ങനെ ഇവിടെ, ഞാൻ പുറത്തു എനിക്കറിയാം, ഞാൻ പുറത്തു പോയായിരുന്നല്ലോ. ഞാൻ പുറത്തു പോയിട്ടില്ലേ സംഭവിച്ചേ? എന്താണോ നമുക്ക് ഇട്ടിട്ട് കൂടി ഒന്ന് പോയി നോക്കിയാലോ? ഇനി വീടിനല്ലേ കുഴപ്പമുണ്ടാവോ? എനിക്ക് അങ്ങനെ തോന്നുന്നേ. ഇത് നമ്മൾ വന്ന സമയം തന്നെ, സമയത്തും ചേഞ്ച് ആയിട്ടില്ല. നമുക്ക് വന്നിട്ട് കുറെ സമയമല്ലേ ഇവിടെ. നമുക്കൊന്ന് പുറത്തു പോയി നോക്കിയാലോ? നമുക്ക് ഒരുമിച്ച് പോയി നോക്കി പ്രാവശ്യം. ഓക്കെ. ശരിയായിട്ട് ഒരു സ്ട്രേഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നു വീട്ടിനകത്ത്. നേരത്തെ മേഡം വേറെ റൂമിലേക്ക് പോയി, തിരിച്ച് അതേ റൂമിൽ തന്നെ വന്നു. ഞാനും പോയി അതേ റൂമിൽ, പിന്നെ നമ്മൾ രണ്ടും ഒരുമിച്ച് പോയി. ഡെഡ് ബോഡി കാണുന്നില്ല. നമ്മൾക്ക് ആ റൂമിലല്ലത്, വേറെ റൂമായിരുന്നു നമ്മൾ നോക്കി. സമയം നോക്കിയാലോ, എന്തൊരു അനുഭവം നോക്കിയാൽ നമ്മൾ വന്ന അതേ സമയം തന്നെ. ഇങ്ങനെ ഒരു പിടിയില്ല, സമയം നീങ്ങുന്നില്ല. നമ്മൾ ഇത്ര നേരമായി, നമ്മൾ പല റൂമിൽ കൂടെ പോയി, നമ്മളുടെ സമയത്തിനോട് ചേഞ്ച് പറ്റിയിട്ടില്ല. ശരി, എങ്ങനെ എന്ത് ചെയ്ത് നമ്മൾ പുറത്തല്ലേ, നമ്മൾ ഡോർ തുറന്നു. പുറത്തു പോകാൻ സാധിക്കുന്നില്ല. റേഞ്ച് ഉള്ളതൊക്കെയാണ്. എന്റെ ഫോൺ റേഞ്ച് ഇല്ല. നമ്മൾ പെട്ടുപോകും. നമ്മളെ കൊണ്ട് പുറത്തു പോകാൻ സാധിക്കുകയുള്ളൂ. ഇവ മരിച്ചതല്ലേ, പിന്നെ എങ്ങനെയാണ് ജീവനോടിരിക്കുന്നത്? അതെനിക്കറിയാത്ത. Walking side by side, me and the devil. Walking side by side, and I'm gonna see my man until I get satisfied. See, you don't see why, and you dog me around. Say, don't see why people dog me around. It must be that old evil spirit, so the
Take okay. Back up. Please.